ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയ്ച്ചോറും കറി എന്താടി മുട്ടക്കറിയാണ്. അപ്പം നമുക്ക് ചിക്കനൊക്കെ മേടിക്കാൻ പോകാൻ ഇപ്പം സമയമില്ല. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറി നെയ്ച്ചോറാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയുള്ള അരി അളക്കുന്ന ഈ ഗ്ലാസ്സിൽ നിന്നാണ്. 4 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ അളന്നെടുക്കുന്നത്. 4 ഗ്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഉണ്ടാക്കി വന്നപ്പോഴേക്ക് കുറച്ചധികമായി പോയിട്ടോ. ഞങ്ങളാകെ ഇവിടെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന റൈസ് എന്ന് വെച്ചാൽ ബസുമതി റൈസാണ്. അങ്ങനെ അരിയൊക്കെ അളന്നെടുത്തു. ഇനി ഒരു 4-5 തവണ ഇത് വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പൈപ്പാണെങ്കിൽ കുറച്ച് ശോകമാട്ടോ, ഇച്ചിരിയാണ് വെള്ളം വരുന്നതും. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് തന്നെ കുറച്ച് ഈവനിങ് ആട്ടോ. അപ്പോൾ തന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങി. അപ്പോൾ റൂമിലാണെങ്കിൽ വെട്ടത്തിൻ്റെ പ്രശ്നം കാരണം ഞങ്ങളിതേ ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. സാറ് വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഇവിടെ കുക്കിംഗ് ചെയ്യാറ്. കാരണം മെഡിസിനും ഞങ്ങൾ തന്നെ കേട്ടോ എടുത്തു കൊടുക്കുന്നത്. അപ്പം കൂടെ മെഡിസിൻ എടുത്തു കൊടുക്കാനും പിന്നെ സൈഡിൽ കൂടെ കുക്കിംഗ് നടക്കും. അത് കാരണം ഞങ്ങൾ സാറ് വരുന്ന സമയത്ത് ഇവിടെ കേട്ടോ കുക്കിംഗ് ഒക്കെ നടത്താറ്. അങ്ങനെ നെയ്ച്ചോറിന് വേണ്ടിയുള്ള വെള്ളം ഞങ്ങൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെയാണ് ഉണ്ടാക്കണതെന്ന് അറിയത്തില്ല. ഇത് സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. അങ്ങനെ ഒരു സൈഡിൽ മുട്ട പുഴുങ്ങാനും വെച്ചു. ഞാനാണെങ്കിൽ മുട്ട പുഴുങ്ങാനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവോളയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കുക കേട്ടോ. 2 പേരുണ്ടെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് ജോലിയും കഴിയും. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് കുക്കിംഗ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ വീഡിയോസും യൂട്യൂബിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ കുക്കിംഗ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ പുറത്താണെങ്കിൽ കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ കൂടെ തന്നെ സൈഡിൽ കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്ത് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ അവളോട് ചോദിക്കുക കേട്ടോ. അപ്പം ഒരു സൈഡിൽ കൂടെ നമ്മുടെ മുട്ട നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ ഉപ്പ് കണക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ സ്പൂണിലൊക്കെ ഇടുവാണെങ്കിൽ ഒന്നെങ്കിൽ കൂടിപ്പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. കയ്യിലൊക്കെ ആകുമ്പം കണക്കാണ്. എനിക്ക് ഏകദേശം ഒരു കണക്കൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ അരി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അരി ഇട്ടൊക്കെ കൊടുത്തതിന് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നെയ്ച്ചോറുണ്ടാക്കാൻ അത്ര വലിയ വശമൊന്നുമില്ല. എനിക്ക് അവളാട്ടോ പറഞ്ഞു തന്നെ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അവൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവോളയും തക്കാളിയും കൂടി അവൾ കഴുകുവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മുട്ട തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട അവിടെ സെറ്റായിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവോള അരിയാണ്. എനിക്കാണെങ്കിൽ സവോള അരിയുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ലേ. പെട്ടെന്ന് തന്നെ കണ്ണിൽ കൂടെ എന്തെങ്കിലും വെള്ളം വരും. ഭയങ്കര നീറ്റലാണ്. അങ്ങനെ സവോള ഞാനിവിടെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അവൾ കല്ലിലിട്ട് ചതച്ച് തരികയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ലെന്ത് കൂടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങളിത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് അരിയുന്നത് കേട്ടോ.